ആ മാജിക് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആ മാജിക് പോയിന്റ് ഇവിടെ കണ്ടുപിടിച്ചു. അത്ര എളുപ്പമല്ലായിരുന്നു, കാരണം കുറെ അങ്ങോട്ട് നടന്നപ്പോഴാണ് ഈ കാട്ടിനകത്ത് അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ചെറിയ ഒരു ഇടുങ്ങിയ വഴി. ആ ഇടുങ്ങിയ വഴി നമ്മൾ പോകുമ്പോൾ അവിടെ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു മാജിക് റോഡ്. ഈ റോഡിനെ മാജിക് റോഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് ശാസ്ത്രീയപരമായും ഐതിഹ്യപരമായും അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട്, കഥകളുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ശാസ്ത്രീയപരമായ കാര്യവും ഞാൻ പറയാം, ഐതിഹ്യപരമായ പറയാൻ പോകുന്ന കാര്യത്തിന് ഈ പുറകിൽ നിൽക്കുന്ന മരവുമായി ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ആ കഥ കേൾക്കാം. വാട്ടർഫോളിന്റെ ഭംഗി അത്രയും പ്രകൃതി കാത്തുവച്ചിരിക്കുന്ന ഒരിടമുണ്ടിവിടെ. അതാണ് മനോഹരമായ മാഹോൺ മലനിരകൾ. മാഹോണിന്റെ മലഞ്ചെരുവുകളിൽ, അതിനെ ചുറ്റിയൊഴുകുന്ന അരുവിയുടെ ഓരങ്ങളിൽ ആദ്യകാലം മുതൽക്കേ കുറെ മനുഷ്യർ വീട് കെട്ടി പാർത്തിരുന്നു. അവരവിടെ താമസമാക്കിയ കാലം തൊട്ടേ കേൾക്കുന്ന ഒരു കഥയുണ്ടായിരുന്നു. മാഹോൺ മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന ഉൾക്കാടുകളിൽ എവിടെയോ ഗന്ധർവന്മാരും യക്ഷികളും സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ടത്രേ. അന്നുവരേക്കും ആരാരും കണ്ടിട്ടേയില്ലാത്ത ആ സ്ഥലത്തിന് ഫെയറി പ്ലേസ് എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. ആ മലഞ്ചെരുവിൽ ഒരിടത്ത് എയ്ഡൻ എന്നൊരാൾ അക്കാലത്ത് ജീവിച്ചിരുന്നു. അവിടെ താമസമാക്കിയ ആളുകൾ അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി അയാളെയും അയാളുടെ ഉന്തുവണ്ടിയെയുമായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. രാവിലെ മുതൽ രാത്രി വരെയും അയാൾ ഉന്തുവണ്ടിയുമായി ആ മലമ്പാതകളിൽ സജീവമായിരുന്നു. മഞ്ഞു പെയ്ത് മരം കോച്ചു നിന്ന ഒരു രാത്രി അയാൾക്കും അയാളുടെ ഉന്തുവണ്ടിക്കും വഴിതെറ്റി. വണ്ടി വഴിയരികെയിട്ട് വെളിച്ചം വരാനായി തൊട്ടരികിലുള്ള മരച്ചുവട്ടിൽ വിശ്രമിച്ചു. ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിപ്പോയ അയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ വഴിയരികിലിട്ട അയാളുടെ വണ്ടി തന്നെ പുറകോട്ട് പോകുന്നതാണ് കണ്ടത്. ആ കാഴ്ച കണ്ട് വണ്ടിയുടെ പിന്നാലെ ഓടി. വീണ്ടും വണ്ടി അയാൾ ഇരുന്ന മരച്ചൂട്ടുകൾ കൊണ്ടിട്ടപ്പോൾ പിന്നെയും പിന്നെയും ആ പ്രതിഭാസം തുടർന്നു. അത് കണ്ട് പരിഭ്രമിച്ചു നിന്ന അയാളുടെ മുന്നിലേക്ക് ഫെയറികൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് തങ്ങളുടെ സ്വകാര്യ ഇടമാണെന്നും ഇതുവഴി ആരും വരാൻ പാടില്ലെന്നും അവർ അയാളോട് പറഞ്ഞു. നീ ഞങ്ങൾക്ക് ഉപദ്രവം ഒന്നും ചെയ്തില്ല എന്നും ഈ നാടിന് ഉപകാരമുള്ളവനാണ് എന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല, സന്തോഷമായി മടങ്ങിപ്പോയിക്കൊള്ളൂ എന്നും അവർ അയാളോട് പറഞ്ഞിട്ട് അപ്രത്യക്ഷരായി. എന്താണ് സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിന്റെ ഓർമ്മയ്ക്കായി അയാളുടെ കൈവശമിരുന്ന ഒരു തൂവാല അയാൾ ആ മരത്തിൽ കെട്ടിയിട്ടു. കാലം കടന്നുപോയപ്പോൾ അയാൾക്ക് സംഭവിച്ചതുപോലെ പലർക്കും സംഭവിച്ചു. അത് പിന്നെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ നിങ്ങൾ കഥ കേട്ടല്ലോ. നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. മാജിക് റോഡ് എന്ന് ഈ റോഡിന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ ഈ കയറ്റത്തിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പോകും എന്നുള്ളത് ഇവിടെ എല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്, ഞങ്ങളും അനുഭവിച്ചറിഞ്ഞതാണ്. അതിന് ശാസ്ത്രീയപരമായിട്ട് ഗ്രാവിറ്റേഷണൽ പുള്ളൊന്നും ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പല രാജ്യങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇവിടുത്തെ ആളുകൾ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മുമ്പേ കേട്ട കഥ പോലെയാണ്. അത് ഒരു അത്ഭുത ഫെയറി ടെയിലായി ഇവിടെ ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ ആ മാജിക് റോഡിന്റെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇത് ചിലപ്പോൾ ഒരു കെട്ടുകഥയായിരിക്കാം. ഇതിന് ശാസ്ത്രീയമായ ഒരു മറുവശവും ഉണ്ടാകാം. എന്നാലും ആ നാട്ടിൽ ഇന്നോളം അതിൻ്റെ മറുവശം തേടി ആരും പോയില്ല. എന്താണെന്നോ, നല്ലവരായ ആ യക്ഷികളും ഗന്ധർവന്മാരും കൂടിയിരിക്കുന്ന ഫെയറി പ്ലേസ് ഇന്നോളം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പം ഈ പ്രക്രിയ ഞാൻ ഇത് കണ്ട് ബോധ്യമായിരിക്കുകയാണ്.
2 കല്ലുകൾ ഇവിടെ ഉണ്ട്. മാജിക് റോഡ് എന്ന് പറയുന്ന 2 കല്ലുകൾ ഏകദേശം ഒരു 50 മീറ്റർ ദൂരളവിൽ, ആ 100 മീറ്റർ അതിൻ്റെ ഇടയിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഒരു ചെറിയ ഇറക്കമാണ് ഇവിടുന്ന്. ആ കയറ്റം കയറി വണ്ടി തന്നെ വരും. ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നത് പരീക്ഷ നോക്കാവുന്നതാണ്, അയർലൻഡിലുള്ളവർക്കും. അപ്പോൾ ഇനി ഡെഫിനറ്റ്ലി അയർലൻഡിലേക്ക് ഒരു യാത്രയുണ്ടെങ്കിൽ വാട്ടർഫോർഡിൽ മാഹൻ ഫോൾസിലെത്തി മാജിക് റോഡിൽ ഈ അത്ഭുതം ഒന്ന് കാണുക തന്നെ വേണം.